മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ദ്രിയങ്ങളുടെ സുഖകാമനകളെ ഉപേക്ഷകളുടെ ആത്മബലം കൊണ്ട് നേരിടുന്ന നോമ്പ് കാലത്തിലൂടെ പ്രയാണം ചെയ്ത് ഉള്ളിൽ ആത്മാനുതാപത്തിന്റെ കനൽ എരിയിച്ചുകൊണ്ട് ഉയിർപ്പിനെ പുൽകാൻ സഹനത്തിന്റെ കാൽവരി കയറിയവന്റെ ഓർമ്മയുമായി ഉയർപ്പു തിരുനാളിതാ അടുത്തെത്തിയിരിക്കുന്നു. തിരുനാളുകളുടെ തിരുനാളായ ഈസ്റ്റർ പ്രത്യാശയുടെ തിരുനാളാണ്. കാരണം മനുഷ്യ ജീവിതം ഈ ലോകത്തിനപ്പുറത്തേക്ക് കടന്നു ചെല്ലുമെന്നും ഇവിടെ ചെയ്ത നന്മ തിന്മകളുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് പരലോകത്തിൽ നിത്യമായ ജീവിതത്തിന് സാധ്യത ഉണ്ട് എന്നും യേശുവിന്റെ ഉത്ഥാനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള സുവിശേഷ വാക്യങ്ങളിൽ തിരുനാളിൽ ആരാധിക്കാൻ വന്ന തന്നെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെത്തുന്ന ഏതാനും ഗ്രീക്കുകാരോട് താൻ പീഠാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും മഹത്വീകരിക്കപ്പെടാൻ സമയമായിരിക്കുന്നുവെന്ന് യേശു പറയുന്നതായി നാം കാണുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു, ഗോതമ്പുമണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. നിലത്തു വീണഴിയുന്ന ഗോതമ്പുമണി പുതിയ നാമ്പിന് രൂപം കൊടുക്കുന്നത് പോലെ മനുഷ്യകുലത്തിന് മുഴുവൻ നിത്യജീവൻ അഥവാ പുതുജീവൻ നൽകാൻ താൻ തന്റെ ജീവിതം സമർപ്പിക്കുകയാണ് എന്ന് യേശു ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ പരലോകത്തിലേക്ക് നിത്യജീവിതത്തിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കുന്നു എന്നുകൂടി യേശു തുടർന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ച് ദൈവത്തോടുകൂടെയായിരുന്ന യേശുവിനെ പോലെ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഭക്ഷണ പരിത്യാഗത്തിലൂടെയും യേശുവിനോട് കൂടെ ആയിരുന്നു കൊണ്ട് മറ്റുള്ളവർക്ക് സുവിശേഷമാകുവാനും സുവിശേഷമേകുവാനും ഈ വലിയ നോമ്പുകാലത്ത് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ആധുനിക മനുഷ്യൻ അനുഭവിക്കുന്ന 4 തരം ദാരിദ്ര്യങ്ങളെ കുറിച്ച് കാർഡിനൽ വാൾട്ടർ കാസ്പർ പ്രതിപാദിക്കുന്നുണ്ട്. ഭൗതിക ദാരിദ്ര്യം, സാംസ്കാരിക ദാരിദ്ര്യം, ബന്ധങ്ങളില്ലാത്തത് മൂലമുള്ള ശൂന്യതയുടെ ദാരിദ്ര്യം, ആത്മീയ ദാരിദ്ര്യം എന്നിങ്ങനെ. നമ്മുടെ ചുറ്റുപാടും ഇത്തരത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് യേശുവിന്റെ കരുണാദ്ര സ്നേഹം പ്രഘോഷിക്കുവാനും വേദന നിറഞ്ഞവർക്ക്, അശരണർക്ക്, തകർന്നവർക്ക്, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് അത്താണിയാകുവാനും ക്രൈസ്തവരായ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.